കേരളത്തിലെ ഏറ്റവും വലിയ മീഡിയ, ഇവിടുത്തെ ആദ്യത്തെ സാറ്റലൈറ്റ് ചാനൽ, ഇവിടുത്തെ ഏറ്റവും പ്രചാരമുള്ള ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന സ്ഥാപനം, നമുക്കറിയാവുന്നതുപോലെ പ്രധാനമന്ത്രിയുമായിട്ടുള്ള ഇൻ്റർവ്യൂ നടത്തിയത് നമ്മൾ കണ്ടതാണ്. ആ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് നിർമ്മിച്ച് നൽകുന്ന ഇൻ്റർവ്യൂ ആണ്. അതിൽ ഈ ഏഷ്യാനെറ്റ് പോലുള്ള ഒരു സ്ഥാപനത്തിന് പോലും പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ആ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം തയ്യാറാക്കുന്നത് അവിടെ നിന്ന് എന്ന് മാത്രമല്ല, ക്യാമറ ചലിപ്പിക്കുന്നതും എഡിറ്റ് ചെയ്യുന്നത് അടക്കം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ്. അത് എഡിറ്റ് ചെയ്ത് തയ്യാറാക്കിയ ഒരു ആ ഫൈനൽ ഔട്ട്പുട്ട് ഏഷ്യാനെറ്റിന് സംപ്രേഷണം ചെയ്യുക എന്നുള്ളൊരു ഉത്തരവാദിത്തം മാത്രമേ ഉള്ളൂ. അത്തരത്തിലേക്ക് നമ്മുടെ ഒരു മാധ്യമങ്ങളുടെ ഇൻറ്റഗ്രിറ്റി അധപ്പതിച്ചു പോയിട്ടുള്ളൊരു കാലത്താണ് നമ്മളുള്ളത്. ആ ഇൻ്റർവ്യൂവിൽ നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററോടൊപ്പം തന്നെ ഏഷ്യാനെറ്റിൻ്റെ കന്നഡ വിഭാഗമായ സുവർണയുടെ ഒരു ചീഫ് കൂടി ഇരിക്കുന്നുണ്ട്, അജിത് ഹനുമനാക്കർ എന്ന് പറയുന്ന ആള്. ഇതേ ആളാണ് അത് കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷം ഇന്ത്യയിൽ രാജസ്ഥാനിൽ നരേന്ദ്രമോദി നടത്തിയിട്ടുള്ള ഈ വിഷപ്രചാരണം, ഇവിടുത്തെ മുസ്ലിങ്ങൾ മുഴുവൻ പെറ്റുകൂട്ടുകയാണ് എന്നും അവർ മുഴുവൻ ഇവിടെ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരാണ് എന്നും നടത്തിയിട്ടുള്ള ഏറ്റവും കുടിലമായ, ഇന്ത്യൻ ചരിത്രത്തിൽ ഒരു പ്രധാനമന്ത്രി സ്വന്തം ജനതയ്ക്കെതിരെ നടത്തിയിട്ടുള്ള ഏറ്റവും വിഷലിപ്തമായ പ്രചരണത്തിന് ശേഷം ഇവിടെ ഇന്ത്യയിലെ ജനങ്ങളുടെ ജനസംഖ്യ പരിശോധിക്കുന്ന ഒരു പരിപാടി ഏഷ്യാനെറ്റിന്റെ സുവർണ ചാനൽ നടത്തിയിരുന്നു. ആ ചാനൽ നടത്തിയപ്പോൾ ഇതേ അജിത്ത് ഹനുമനാക്കർ എന്ന് പറയുന്ന ആള് ഒരു ഇതായിട്ട് കൊടുത്തിരുന്നു. അതിൽ ഹിന്ദുക്കൾ ഇത്ര ശതമാനം എന്നുള്ളതിന് താഴെയായിട്ട് ഇന്ത്യൻ പതാകയും മുസ്ലിങ്ങൾ എന്നുള്ളതിന് താഴെയായിട്ട് പാകിസ്ഥാന്റെ പതാകയുമാണ് കൊടുത്തത്. നമ്മുടെ സ്വന്തം നാട്ടിലെ ഒരു ചാനല് ഇന്ത്യൻ മുസ്ലിങ്ങളെ കുറിച്ചിട്ട് ഉള്ളൊരു വാർത്ത കൊടുക്കുമ്പോൾ അതിനൊപ്പം പാകിസ്ഥാന്റെ പതാക കൊടുക്കുന്ന തരത്തിലേക്ക് ഈ വിഷപ്രചരണം നമ്മുടെ നാട്ടിൽ നടത്തിക്കൊണ്ടു പോകാനുള്ളൊരു അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നടക്കുന്നത് ഒരു പ്രൊപ്പഗാൻഡയാണ്. ഈ പ്രൊപ്പഗാൻഡ എന്ന് പറയുന്നതിന് നമുക്ക് അത് ഉടനെ ആരംഭിച്ച കാര്യമൊന്നുമില്ല. കാരണം ഇതിനൊരു ദീർഘമായിട്ടുള്ളൊരു ചരിത്രമുണ്ട്. ഈ പ്രൊപ്പഗാൻഡ ലോകം മുഴുവൻ എങ്ങനെയാണ് വ്യാപിച്ചതെന്ന് നമുക്കറിയാം. നമുക്ക് ജോസഫ് ഗീൽബെൽസ് എന്ന് പറയുന്ന ആളെക്കുറിച്ച് നമുക്കറിയാം. നമുക്ക് എന്തായാലും ചരിത്രം മറന്നുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. എങ്ങനെയാണ് ഇത് ആവർത്തിക്കപ്പെടുന്നതെന്ന് നമുക്ക് അറിയാം. 1903 ജർമ്മനിയിൽ, അതായത് അന്നത്തെ പ്രഷ്യൻ സാമ്രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലമായിട്ടുള്ള ബെർലിൻ നഗരത്തിൽ ജനിച്ച ഒരു പെൺകുട്ടിയാണ് ഈ ലെനി റീഫൽസ്റ്റൻ എന്ന് പറയുന്ന ആള്. ഈ റെനി റീഫൽസ്റ്റൻ എന്ന് പറയുന്ന ചെറിയ പെൺകുട്ടി വലിയ ഡാൻസർ, ജിംനാസ്റ്റിക് വിദഗ്ധ, വലിയ സ്പോർട്സ് താരം, അതേപോലെ തന്നെ ആർട്ടിസ്റ്റ്, ഇതെല്ലാമായിട്ട് വളർന്നു വരികയായിരുന്നു. അതിനിടയിൽ റെനി എന്ന് പറയുന്ന ആ യുവതിക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി. അതിനുശേഷം ഡാൻസ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അത് കാരണം തന്നെ പിന്നീട് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് സിനിമയിലായിരുന്നു. സോ 1920കൾ വരുന്നു. ആ 20കൾ എന്ന് പറയുന്നത് ലോകത്ത് ഇങ്ങനെ പ്രത്യേകിച്ചും യൂറോപ്പിലൊക്കെ സിനിമ ഇങ്ങനെ വികസിച്ച് വരുന്നൊരു കാലമാണ്. അത് കാരണം തന്നെ സിനിമയിൽ വലിയ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അതിനുശേഷം 1930 ആയപ്പോഴേക്കും ആദ്യ അസിസ്റ്റന്റ് ഡയറക്ടർ, 1932 ലെനി റീഫൽസ്റ്റൻ സ്വന്തമായിട്ട് ഒരു സിനിമ സംവിധാനം ചെയ്യുകയും ആ സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തു. ആ സിനിമയുടെ പേര് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ ബ്ലൂ ലൈറ്റ് എന്നുള്ള അർത്ഥത്തിൽ, നീല വെളിച്ചം എന്നുള്ള അർത്ഥത്തിലുള്ളൊരു സിനിമയായിരുന്നു. അതിലൊരു പാസ്റ്ററൽ ഗേൾ, ഒരു ഇടയ ബാലികയായിട്ടാണ് ലെനി റീഫൽസ്റ്റൻ അഭിനയിച്ചത്. ആ സിനിമ കണ്ട് ആകൃഷ്ടനായ ആളുടെ പേര് അഡോൾഫ് ഹിറ്റ്ലർ എന്നായിരുന്നു. അഡോൾഫ് ഹിറ്റ്ലർ ഈ സിനിമ കാണുകയും അതേപോലെ ഈ ലെനി റീഫൽസ്റ്റനെ തൻ്റെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി ക്ഷണിക്കുകയും ചെയ്തു. അങ്ങനെ വന്ന് കണ്ടതിന് ശേഷം, ആദ്യത്തെ ആ കാഴ്ചയെക്കുറിച്ച് അഡോൾഫ് ഹിറ്റ്ലറും പിന്നീട് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ലെനി റീഫൽസ്റ്റനും പിന്നീട് പറഞ്ഞിട്ടുണ്ട്. അഡോൾഫ് ഹിറ്റ്ലർ പറഞ്ഞത് തൻ്റെ മനസ്സിലുള്ള ആര്യൻ സ്ത്രീത്വത്തിൻ്റെ സങ്കല്പമായിരുന്നു ഈ ബ്ലൂ ലൈറ്റിലെ ഇടയ ബാലിക എന്നുള്ളതെന്നാണ്. അതേപോലെ തന്നെ ലെനി റീഫൽസ്റ്റൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുഹൂർത്തമായിരുന്നു. ഭൂമി പൊളരുകയും ഭൂമിയുടെ അന്തർഭാഗത്ത് നിന്ന് ജലം ഇങ്ങനെ ആകാശത്തേക്ക് ഉയർന്ന് സൂര്യനെ തൊടുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഭൂമി കുലുങ്ങുന്നതായി എനിക്ക് തോന്നി. അവർ വളരെ പോയറ്റിക്കായിട്ട് പിന്നീട് അവർ അത് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഹിറ്റ്ലറുടെ നിർദ്ദേശപ്രകാരം ജോസഫ് ഗീൽബെൽസിൻ്റെ പ്രൊപ്പഗാൻഡ മിനിസ്ട്രിയുടെ കീഴിൽ പ്രവർത്തിക്കാനായിട്ട്
ലെനി റീഫെൽസ്റ്റൈന് നിർദ്ദേശം നൽകുകയും അതിനടുത്ത വർഷത്തെ 1933 നടന്നിട്ടുള്ള ന്യൂറൻബർഗിലെ 5ാമത്തെ നാറ്റ്സി പാർട്ടിയുടെ കോൺഫറൻസ്, ന്യൂറൻബർഗ് കൺവെൻഷൻ ഇത് റെക്കോർഡ് ചെയ്യാനായിട്ട്, അത് ഒരു ഡോക്യുമെൻ്ററി സിനിമയായിട്ട് ചെയ്യാനായിട്ട് ലെനി റീഫെൽസ്റ്റൈനോട് ആവശ്യപ്പെടുകയും ചെയ്തു. അതേ തുടർന്ന് അവർ ചെയ്ത ഒരു ഡോക്യുമെൻ്ററി അക്കാലത്ത് തന്നെ വളരെ പ്രശസ്തമായിട്ട് മാറി. അതാണ് ലോകത്തെ പ്രൊപ്പഗാൻഡ സിനിമയുടെ ഒരു തുടക്കം കുറിച്ച ഡോക്യുമെൻ്ററി ആയിട്ട് അറിയപ്പെടുന്നത്. ആ ഡോക്യുമെൻ്ററി പക്ഷേ എത്രയും പെട്ടെന്ന് തന്നെ അത് ഇല്ലാതെ ചെയ്തു. അതിൻ്റെ ഒരു കോപ്പി പോലും അവശേഷിക്കാത്ത രീതിയിൽ അത് പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു. കാരണം വിൽ റിൽഫോം എന്നറിയപ്പെടുന്ന, പിന്നീട് അക്കാലത്തെ ഹിറ്റ്ലറുടെ വലങ്കൈയായിരുന്ന ആളുടെ കൂടെയായിരുന്നു ആ ഡോക്യുമെൻ്ററിയിലും ഉടനീളം ഹിറ്റ്ലർ ഉണ്ടായിരുന്നത്. പക്ഷേ ഹിറ്റ്ലറും റിൽഫോമും തമ്മിൽ അപ്പോൾ തന്നെ പിണങ്ങുകയും അയാളെ നിഷ്ഠൂരമായിട്ട് ഹിറ്റ്ലർ കൊല ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അയാളുമായിട്ട് ഒരുമിച്ച് നിൽക്കുന്ന ഒരു ദൃശ്യവും തുടർന്നില്ലാതിരിക്കാൻ വേണ്ടി ഈ ഡോക്യുമെൻ്ററി പൂർണ്ണമായിട്ടും നശിപ്പിച്ചു. അടുത്ത വർഷം ഇതിനേക്കാൾ വലിയ സാങ്കേതിക സൗകര്യത്തോടു കൂടി മറ്റൊരു ഡോക്യുമെൻ്ററി നിർമ്മിക്കാനായിട്ട്, ആ ഡോക്യുമെൻ്ററിയിലാണ് ആദ്യത്തെ ഈ മൾട്ടി ക്യാമറ പ്രയോഗങ്ങൾ വരുന്നത്, ഏരിയൽ ഷോട്ടുകൾ വരുന്നത്. ഇപ്പോഴും സിനിമാ വിദ്യാർത്ഥികളുടെ ഒരു ടെക്സ്റ്റ് ബുക്കായിട്ട് പഠിക്കുന്ന ട്രയംഫ് ഓഫ് ദ വിൽ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇച്ഛാശക്തിയുടെ വിജയം എന്ന പേരിൽ അറിയപ്പെടുന്ന, ഇപ്പോഴും നിലനിൽക്കുന്ന 2-2.5 മണിക്കൂറോളം നീണ്ടിട്ടുള്ള ഈ ന്യൂറംബർഗ് കോൺഫറൻസിന്റെ വലിയ അതാണ് പിന്നീട് ഹിറ്റ്ലർക്ക് ഏറ്റവും വലിയൊരു വളർച്ച, നാറ്റ്സി പാർട്ടിക്ക് ഏറ്റവും വലിയൊരു വളർച്ച ജർമ്മനിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററി. അതിന് തുടർന്നാണ് 1936 പിന്നീട് കുപ്രസിദ്ധമായി മാറിയ ബെർലിൻ ഒളിമ്പിക്സ് വരുന്നു. ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ നടക്കുന്ന ബെർലിൻ ഒളിമ്പിക്സ്, ആ ഒളിമ്പിക്സും പൂർണ്ണമായും ചിത്രീകരിക്കാനുള്ള ചുമതല ലെനി റീഫെൽസ്റ്റൈന് തന്നെയാണ് ലഭിച്ചത്. അത് മൾട്ടി ക്യാമറ, അണ്ടർ വാട്ടർ ക്യാമറ, അതേപോലെ തന്നെ ഈ ഓട്ടക്കാർക്കൊപ്പം തന്നെ മൂവ് ചെയ്യുന്ന ക്യാമറ മുതൽ ഇന്ന് നമ്മൾ കാണുന്ന ഏറ്റവും വലിയ ആധുനിക സൗകര്യങ്ങളുടെ ഒരു തുടക്കം. 96 ക്യാമറകൾ ഉപയോഗിച്ചിട്ടാണ് ഒളിമ്പിയ ഷൂട്ട് ചെയ്തത്. അങ്ങനെ മൾട്ടിപ്പിൾ ക്യാമറകൾ ഉപയോഗിച്ചിട്ട് ഇത്തരം വലിയ ഫെസിലിറ്റിയോട് കൂടി ഇത് ഷൂട്ട് ചെയ്തു. ആ സിനിമ, അല്ലെങ്കിൽ ആ ഒളിമ്പിയ എന്ന് പറയുന്നത് 1938 വെനീസ് ചലച്ചിത്രമേളയിൽ മികച്ച ഇന്റർനാഷണൽ ചലച്ചിത്രത്തിനുള്ള അവാർഡ് നൽകാനായിട്ട് നിർദ്ദേശമായി. അന്നാണെങ്കിൽ വെനീസ് ചലച്ചിത്രമേള വളരെ വിഖ്യാതമാണ്. വെനീസ് ചലച്ചിത്രമേളയിൽ ഇങ്ങനെ ഒരു സിനിമയ്ക്ക്, മികച്ച അന്താരാഷ്ട്ര സിനിമയ്ക്കുള്ള അവാർഡ് നൽകണമെന്നും ഏറ്റവും മികച്ച സിനിമയായിട്ട് മുസോളിനിയുടെ മകന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച മുസോളിനീസ് ക്യാപ്പ് എന്ന് പറയുന്ന സിനിമയ്ക്ക് അവാർഡ് നൽകണമെന്നും തീരുമാനിച്ചു. അത് ജൂറിയുടെ എല്ലാ നിർദ്ദേശങ്ങൾക്ക് എതിരായിട്ട് പെട്ടെന്നുണ്ടായ തീരുമാനമായിരുന്നു. ഈ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് അന്ന് ബ്രിട്ടനും ഫ്രാൻസും അമേരിക്കയും അടക്കമുള്ള രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്നിട്ട് ഇനി മുതൽ ഈ വെനീസ് ചലച്ചിത്രമേള പോലെയുള്ള ഇത്തരം ഈ ഫാഷിസ്റ്റ് നാസി ചലച്ചിത്രമേളകൾക്ക് നമ്മൾ ഒരുമിച്ച് നിൽക്കില്ല എന്നുള്ള പ്രഖ്യാപനത്തോടു കൂടി ആരംഭിച്ച ചലച്ചിത്രമേളയാണ് ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ വളരെ ദീർഘമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ള ക്യാൻസ് ചലച്ചിത്രമേള എന്ന് പറയുന്നത് ഫ്രാൻസിലെ ക്യാൻസ് നഗരത്തിൽ കേന്ദ്രീകരിച്ചിട്ട് ആരംഭിച്ചിട്ടുള്ള ചലച്ചിത്രമേള. ഈ ചലച്ചിത്രമേളയുടെ ഉദ്ഘാടനത്തിൻ്റെ ദിവസമാണ് 1939 ഈ ഉദ്ഘാടനം നടക്കുന്ന ദിവസമാണ് ജർമ്മനി പോളണ്ട് കീഴടക്കുന്ന ദിവസം. അതുകൊണ്ട് തന്നെ ചലച്ചിത്രമേളയുടെ ഉദ്ഘാടനം പോലും പിന്നീട് മാറ്റിവെക്കപ്പെട്ടു. ഇതൊരു ദീർഘമായിട്ടുള്ള ഒരു ചരിത്രമാണ്. എങ്ങനെയാണ് ഈ പ്രൊപ്പഗാൻഡ നമ്മുടെ ലോകത്ത് നടപ്പായത് എന്നുള്ളത്. ഈ ലെനി റീഫെൽസ്റ്റൈൻ ഹിറ്റ്ലറുടെ അവസാനത്തോടു കൂടി അവരുടെ ചരിത്രം അവസാനിക്കുന്നില്ല. അവർ 1903 ജനിച്ച അവർ 2004 വരെ 101ാമത്തെ വയസ്സ് വരെ അവർ ജീവിച്ചു. തുടർന്നുള്ള കാലത്ത് ഹിറ്റ്ലറുടെ മരണത്തിന് ശേഷമുള്ള ഓരോ സമയത്തും അവർക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു എന്നവർ ആവർത്തിച്ചു. അതായത് ഈ പറയുന്ന ഹിറ്റ്ലറുടെ ഏറ്റവും വലിയ വളർച്ചയുള്ളത്, ഏറ്റവും വലിയ കൂട്ടക്കൊലകൾ നടക്കുന്നത്, ഏറ്റവും വലിയ ക്യാമ്പുകൾ നടക്കുന്നത്, ഇതൊന്നും തനിക്കറിയില്ലായിരുന്നു. താൻ ഈ മിനിസ്ട്രിയുടെ ഉത്തരവാദിത്തത്തിൽ ഇവർ നിർദ്ദേശിച്ച കാര്യങ്ങൾ ചെയ്യുക മാത്രമായിരുന്നു എന്നുള്ളതായിരുന്നു അവസ്ഥ. ഇപ്പോഴും നമ്മുടെ നാട്ടിലെ മാധ്യമപ്രവർത്തകരും ഈ പ്രൊപ്പഗാൻഡിസ്റ്റുകളും ആവർത്തിക്കുന്ന ഇതേ കാര്യമാണ്. അവർക്ക് ഇതിൽ യാതൊരു ഉത്തരവാദിത്വം ഇല്ല. ശരിക്കും പറഞ്ഞെങ്കിൽ ഇതേ കാര്യം ആവർത്തിച്ച മറ്റൊരാളുടെ പേരുണ്ടായിരുന്നു. അയാളുടെ പേര് അഡോൾഫ് ഐക്ക്മാൻ എന്നുള്ളതായിരുന്നു. അഡോൾഫ് ഐക്ക്മാൻ ആയിരുന്നു ഈ ഹിറ്റ്ലറുടെ കാലത്ത്, നാസി കാലത്ത് മുഴുവൻ ഈ വിഷവാതകങ്ങൾ നിറച്ചിട്ടുള്ള
ഈ ജയിലുകളിലേക്ക് ആളുകളെ തെരഞ്ഞെടുത്ത് അയക്കുന്നതിന്റെ മുഖ്യ സൂത്രധാരൻ. ഇയാൾക്കായിരുന്നു മുഴുവൻ ചുമതല. ലക്ഷക്കണക്കിന് മനുഷ്യരുടെ കൊലപാതകത്തിന് ഉത്തരവാദിയായിരുന്നു അഡോൾഫ് ഹൈക്ക്മാൻ. അഡോൾഫ് ഹൈക്ക്മാൻ ഹിറ്റ്ലറുടെ മരണത്തിന് ശേഷം അർജന്റീനയിലേക്ക് ഒളിച്ചോടിപ്പോയി. അർജന്റീനയിൽ നിന്ന് അവിടെ നിന്ന് അദ്ദേഹത്തെ വീണ്ടും പിടിച്ചുകൊണ്ടുവരികയും അദ്ദേഹത്തിന്റെ വിചാരണ നടക്കുകയും ചെയ്തു. ഈ വിചാരണ മുഴുവൻ ഡോക്യുമെന്റ് ചെയ്തിട്ടുള്ള ഒരു വിഖ്യാതയായിട്ടുള്ള എഴുത്തുകാരിയുണ്ട്, അന്ന ഹാരന്റ് എന്ന് പറഞ്ഞിട്ടുള്ള. ഹന്ന ആരന്റിന്റെ ഈ ഐക്ക്മാന്റെ വിചാരണയെ കുറിച്ചിട്ടുള്ള ഒരു ദീർഘമായിട്ടുള്ള ഒരു പ്രബന്ധത്തിന്റെ പേരാണ് ബെനാലിറ്റി ഓഫ് ഈവിൾ എന്ന് പറയുന്നത്. ഈ ബെനാലിറ്റി ഓഫ് ഈവിളിൽ ഈ ഐക്ക്മാൻ ആവർത്തിച്ച് പറയുന്ന കാര്യമാണ് ഹന്ന ആരന്റ് പറയുന്നത്. അതെന്തായത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ കാര്യം, തനിക്ക് ഒന്നും അറിയില്ലായിരുന്നു, താൻ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുക മാത്രമാണ് ചെയ്തത്. മാത്രമല്ല, ഞാനൊരു നല്ല മനുഷ്യനാണ്, ഞാൻ എല്ലാ ദിവസവും മറ്റേ പള്ളിയിൽ പോകുന്ന, നിങ്ങളുടെ എൻ്റെ അയൽവക്കക്കാരോട് ചോദിച്ചു നോക്കൂ, എൻ്റെ മറ്റേ നാട്ടുകാരോട് ചോദിച്ചു നോക്കൂ, എന്നെ കുറിച്ചിട്ട് ഒരു മോശം അഭിപ്രായം പറയാനായിട്ട് ആർക്കും ഉണ്ടാവില്ല. തൻ്റെ മറ്റേ ഹൗസിംഗ് സൊസൈറ്റിയിൽ വളരെ മാതൃകയായിട്ടുള്ള ഒരു കുടുംബനാഥനാണ്. നാട്ടുകാർക്ക് മുഴുവൻ സഹായം ചെയ്യുന്ന, ആളുകളോട് നന്നായിട്ട് പെരുമാറുന്ന, ഒരു മറ്റേ മക്കളുമായിട്ട് മറ്റേ വൈകുന്നേരം കളിക്കാൻ ഇറങ്ങുന്ന വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു മനുഷ്യൻ. ഈ നാട്ടിൽ നമ്മുടെ നാട്ടിലെ ഈ പ്രൊപ്പഗാൻഡിസ്റ്റുകൾ എന്ന് പറയുന്ന സകലമാന ദ്രോഹങ്ങൾക്കും മറ്റേ മുൻകൈ എടുക്കുന്ന ആളുകൾ മുഴുവൻ ഇത്തരത്തിലുള്ള ഈ ബെനാലിറ്റി ഓഫ് ഇവിൾ അല്ലെങ്കിൽ ഈ തിന്മയുടെ സർവ്വസാധാരണത്വം പേറുന്ന മനുഷ്യരാണ്. അവർക്ക് പ്രത്യേകിച്ച് ഈ പറഞ്ഞ രീതിയിൽ അവരുടെ വ്യക്തിത്വങ്ങളിലോ അവരുടെ കാര്യങ്ങളിലോ ഒന്നും യാതൊരു തരത്തിലുള്ള ഒരു പ്രശ്നം കാണാൻ പറ്റില്ല. ഇപ്പോ നമ്മുടെ നാട്ടിലെ ഏറ്റവും ഒരു പ്രഗത്ഭയായിട്ടുള്ള ജേർണലിസ്റ്റുകളായിട്ടുള്ള ഒരാളായിട്ടുള്ള രേവതി ലോൾ ഗുജറാത്ത് വംശഹത്യയെ കുറിച്ചിട്ട് എഴുതിയിട്ടുള്ളൊരു പുസ്തകമുണ്ട്, അനാറ്റമി ഓഫ് ഹെയ്റ്റ് എന്ന് പറയുന്ന. ആ അനാറ്റമി ഓഫ് ഹെയ്റ്റിൽ ഈ നരോദ പാട്ടിയ മേഖലയിൽ ഈ കൊലപാതകങ്ങൾ നടത്തുന്നതിന് ആസൂത്രണം ചെയ്യാനായിട്ട് മായ കൊട്നാനി എന്ന് പറയുന്ന അക്കാലത്തെ ഗുജറാത്തിലെ മിനിസ്റ്റർ, ആ മായ കൊട്നാനിയെ ആദ്യത്തെ ഗുജറാത്ത് മറ്റേ കേസുകളിൽ ആദ്യത്തെ വധശിക്ഷയ്ക്ക് വിധിച്ചതാണ്. പിന്നീട് അവരെ കോടതി വെറുതെ വിട്ടതാണ്. മായ കൊട്നാനി കുറിച്ചിട്ട് പറയുന്നുണ്ട്. മായ കൊട്നാനി എങ്ങനെയാണ് തൻ്റെ വെളുത്ത ചെറിയ ഫിയറ്റ് കാറിൽ ഈ പറയുന്ന 2002 ഫെബ്രുവരി 28 തീയതി അവിടെ വന്ന് നിന്ന് ഈ കൊലപാതകങ്ങൾ നടത്തുന്നതിന് മറ്റേ ആഹ്വാനം നൽകിയത് എങ്ങനെയാണെന്ന് പറയുന്നതിന് ഏറ്റവും കൂടുതൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നരോദ പാട്ടികയിൽ കൊല്ലപ്പെട്ട ഒരുവിധപ്പെട്ട മുഴുവൻ സ്ത്രീകളെ, അവിടെ ബലാത്സംഗം ചെയ്യപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരുവിധപ്പെട്ട മുഴുവൻ സ്ത്രീകളുടെ മുഴുവൻ ഡോക്ടറായിരുന്നു അവരവിടുത്തെ ഏറ്റവും അറിയപ്പെടുന്ന ഗൈനക്കോളജിസ്റ്റ് ആണ്. അവിടെ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളെ പലരെയും ശരിക്കും ഭൂമിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇടനില വഹിച്ചിട്ടുള്ള ഒരു ഗൈനക്കോളജിസ്റ്റ് ആണ് അവര്. ആ നാട്ടിലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ത്രീ, അവരുടെ ജോലി വൃത്തിയായിട്ട് ചെയ്യുന്ന ഒരാള്. അങ്ങനെ ഒരാളാണ് അവിടെ വന്നിട്ട് ഈ കൊലപാതകം മുഴുവൻ നടത്താനായിട്ടുള്ള ഒരു പ്രവർത്തനം നിൽക്കുന്നത്. അപ്പൊ ആ രീതിയിൽ ഈ പെനാൽറ്റി ഓഫ് ഇവിൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മായ കൊട്നാനിയുടെ മുഖം ഓർമ്മ വരും. അത് ആ മായ കൊട്നാനിയുടെ മുഖം മാത്രമല്ല, നമ്മൾ ഇവിടുത്തെ പല ജേർണലിസ്റ്റുകളുടെ മുഖവും നമുക്ക് അതിനൊപ്പം ഓർമ്മ വരും. നമ്മൾ ഈ എങ്ങനെയാണ് ഇത്തരം ഒരു പ്രവർത്തനങ്ങളിലേക്ക്, ഇതേപോലെ സർവ്വസാധാരണമായിട്ടുള്ളൊരു തിന്മയിലേക്ക് നിങ്ങൾ തിരിച്ചു പോകുന്നത് അല്ലെങ്കിൽ ഇതിലേക്ക് കടന്നു പോകുന്നത് എന്നതുപോലെ നമുക്ക് ഈ ചരിത്രവും ഈ വർത്തമാനവും നമുക്ക് ഒരുപോലെ നമുക്ക് വായിക്കാൻ പറ്റും. ഇവിടെ നല്ല ജേർണലിസ്റ്റുകളില്ല എന്നോ അല്ലെങ്കിൽ നല്ല ജേർണലിസ്റ്റുകൾ നമ്മുടെ കാലത്തില്ല എന്നൊന്നുമല്ല. നമ്മുടെ കാലത്ത് മുഴുവൻ മികച്ച ഗംഭീര ജേർണലിസ്റ്റുകൾ ഉണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യയിലെ സമകാലിക ഇന്ത്യയിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ രേവതി ലോളിന്റെ കാര്യം പറഞ്ഞു. അതേപോലെ തന്നെ നമ്മുടെ ഏറ്റവും മികച്ച മറ്റേ ഹർതോഷ് സിംഗ് ബാലായാലും ഇവിടെ ധീരേന്ദ്ര ഝാ ആയാലും നമ്മുടെ കാലത്തെ ഏറ്റവും മികച്ചിട്ടുള്ള പല പുസ്തകങ്ങളും ഹിസ്റ്ററി എഴുതുന്നത് നമ്മുടെ ജേർണലിസ്റ്റുകളാണ്. ഇവിടെ ഇഷ്ടം പോലെ വാർത്തകൾ പുറത്തു കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ മലയാളിയായിട്ടുള്ള വിനോദ് ജോസാണ് കാരവന്റെ ദീർഘകാലമായിട്ടുള്ള എഡിറ്റർ ആയിരുന്നത്. ഇപ്പോൾ നേരത്തെ കാരവൻ ഈ ലോയ കേസ് പുറത്തു കൊണ്ടുവന്ന ആ കാര്യത്തെ കുറിച്ചിട്ട് ഷാഹിന പറഞ്ഞു. അതേപോലെ തന്നെ ഇതേപോലെ ഈ ഷാഹിനയ്ക്ക് മുൻപ് ഈ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഈ അവാർഡ് കിട്ടിയിട്ടുള്ള ജേർണലിസ്റ്റുകളുണ്ട്. ഇവരെല്ലാവരും ഇപ്പൊ നേഹ ആയിക്കോട്ടെ മാലിനി ആയിക്കോട്ടെ, ഇവർ രണ്ടുപേരും ആയിക്കോട്ടെ, നമ്മുടെ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജേർണലിസ്റ്റുകൾ ആളുകളാണ്. അതേപോലെ തന്നെ ഇപ്പൊ ജോസിയെ പോലെ ഇപ്പൊ ആദർശ് കുംഭകോണം കേസാണ് നമ്മുടെ ഓർമ്മയിൽ ഒരുപക്ഷെ മെയിൻ സ്ട്രീം മീഡിയ പുറത്തു കൊണ്ടുവന്നിട്ടുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് ഷാഹിന് വന്നു. അത് പുറത്തു കൊണ്ടുവന്ന് മലയാളിയായിട്ടുള്ള ജോസി ജോസഫ് എന്ന് പറയുന്ന ജേർണലിസ്റ്റ് ആണ്.
ഇപ്പോൾ നിരന്തരമായിട്ട് ധൈര്യമായിട്ട് ഇപ്പോഴും നിന്നിട്ട് അദാനി കുറിച്ചുള്ള വാർത്തകൾ, അദാനി നടത്തുന്ന മറ്റേ കുംഭകോണങ്ങളെ കുറിച്ചിട്ട്, അഴിമതികളെ കുറിച്ചിട്ട്, അതിന് കേന്ദ്ര സർക്കാർ നൽകുന്ന ഒത്താശകളെ കുറിച്ചിട്ട് ഇവിടെ വാർത്തകൾ ചെയ്യുന്നത് നമ്മുടെ ഈ പറയുന്ന ജോസി ജോസഫ് അടക്കമുള്ള ആളുകളാണ്. അപ്പൊ ആ രീതിയിൽ നമ്മുടെ ഒരു മുഖ്യധാരയ്ക്ക് സമാന്തരമായിട്ട് ഒരു മാധ്യമ പ്രവർത്തനം ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ അതേപോലെ തന്നെ നമ്മൾ ഭീതിജനകമായ തരത്തിൽ ഈ മുഖ്യധാര ജേർണലിസം ഈ ഫാഷിസത്തിന്റെ ഒറ്റുകാരായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നുമുണ്ട്. ഈ പറയുന്ന ഈ ദ്വന്ദ്വത്തിന്റെ ഇടയിലാണ് നമ്മുടെ നാട്ടിലെ മാധ്യമ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊരു പ്രധാനപ്പെട്ട ഒരാളെങ്കിലും കുറിച്ചിട്ട്, ഇപ്പോൾ നമ്മളിപ്പോൾ ധ്രുവറാട്ടിയെ കുറിച്ചിട്ട് ഇവിടെ പലവട്ടം പറഞ്ഞു. ധ്രുവറാട്ടി മറ്റേ ഈ അടുത്ത് കണ്ടുള്ള ഏറ്റവും നല്ല കാഴ്ചകളിലൊന്ന് ഈ കരൺ ഥാപ്പർ എന്ന് പറയുന്ന നമ്മുടെ വെറ്ററനായിട്ടുള്ള ജേർണലിസ്റ്റ് ധ്രുവറാട്ടിയെ ഇന്റർവ്യൂ ചെയ്യുന്നതായിരുന്നു. കരൺ ഥാപ്പർ ഏതോ ഒരു കാലത്ത് ശരിക്കും പറഞ്ഞെങ്കിൽ നമ്മുടെ ഈ നാട്ടിലെ സകലമാന പ്രിവിലേജുകളും അനുഭവിച്ചിട്ട് ശരിക്കും പറഞ്ഞെങ്കിൽ ജീവിച്ചു പോന്നല്ലോ. കരൺ ഥാപ്പറിന്റെ അച്ഛൻ ആർമി ഹെഡായിരുന്നു, ആർമി ചീഫായിരുന്നു. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നിന്നാണ് കരൺ ഥാപ്പർ വരുന്നത്. പഠിക്കുന്നത് മുഴുവൻ ഇതേപോലെ ഇവിടുത്തെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള സ്കൂളുകളിൽ പഠിച്ചതിന് ശേഷം ഓക്സ്ഫോർഡിലെല്ലാം പഠിച്ച് ഇതേപോലെ പല പദവികളും വഹിച്ച് ഇവിടെ വിഷ്വൽ മീഡിയ ജേർണലിസം ആരംഭിക്കുന്ന കാലത്ത് ഇന്ത്യയിൽ വന്ന് ഇവിടെ ഏറ്റവും ഉയർന്ന തോതിൽ ശമ്പളം വാങ്ങിച്ച് ഏറ്റവും വലിയ തലത്തിൽ നിന്നിരുന്ന കരൺ ഥാപ്പർക്ക് വേണമെങ്കിൽ ഇവിടുത്തെ ഈ മെയിൻ സ്ട്രീം മീഡിയ ആയിട്ട് സന്ധി ചേരാനോ അല്ലെങ്കിൽ ഇവിടുത്തെ ഈ പറയുന്ന ഫാഷിസ്റ്റ് സർക്കാരുകളുമായിട്ട് സന്ധി ചേരാനായിട്ട് വളരെ എളുപ്പമായിരുന്നു, മറ്റു പലരെക്കാളും വളരെ എളുപ്പമായിരുന്നു. പക്ഷെ അദ്ദേഹം അത് വേണ്ടാന്ന് വെച്ച് നിൽക്കുകയും വളരെ രൂക്ഷമായിട്ട് ഇപ്പോഴും ഈ മീഡിയയുടെ ഒരു എത്തിക്കൽ ജേർണലിസ്റ്റിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. വളരെ വെറ്ററനായിട്ടുള്ള അദ്ദേഹത്തെ പോലൊരാള് 29 വയസ്സ് മാത്രമുള്ള ഈ പയ്യന്, ധ്രുവറാട്ടി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ അതീവ ബഹുമാനത്തോടു കൂടി ഇന്റർവ്യൂ ചെയ്യുകയും വളരെ കൗതുകത്തോടു കൂടി എങ്ങനെയാണ് ധ്രുവറാട്ടി നടത്തുന്ന ഒരു ചേഞ്ചുകൾ, മാറ്റങ്ങൾ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ എങ്ങനെയാണ് എന്ന് കേട്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ ധ്രുവറാട്ടി പറയുന്ന ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമുണ്ട്. എങ്ങനെയാണ് ഈ പറയുന്ന ന്യൂ മീഡിയ എന്നുള്ളത് ഇപ്പോ പ്രവർത്തിക്കുന്നത്, ഇപ്പൊ എങ്ങനെയാണ് അത് ഒരു തരത്തിൽ വളരെ ഭയക്കപ്പെടേണ്ട രീതിയിലാണോ പ്രവർത്തിക്കുന്നത്. പക്ഷെ അതിനെ പറഞ്ഞപ്പോൾ പല രീതിയിലും പറഞ്ഞു. കാരണം എങ്ങനെയാണ് ഈ വാട്സപ്പ്, എങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയ, ഇതെല്ലാം വളരെ മോശമായിട്ട്, അല്ലെങ്കിൽ ഇത് മുഴുവൻ മറ്റേ ഈ പറയുന്ന സർവാധികാരികളുടെ ഒരു ടൂളായിട്ട് മാറുന്നത്, അവരുടെ പ്രൊപ്പഗാൻഡയുടെ ടൂളായിട്ട് ഇതെങ്ങനെയാണ് മാറുന്നത് എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ചിട്ട് ധ്രുവറാട്ടി പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയും, നോക്കൂ, ഈ മൈക്ക് പോലെയാണ് ഈ പറയുന്ന ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ പറയുന്ന മീഡിയ, എല്ലാ തരത്തിലുള്ള മാധ്യമങ്ങളും ഈ പറയുന്ന ഒരു മൈക്ക് പോലെയാണ്. ഈ മൈക്കിന്റെ ഒരു ധർമ്മം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ശബ്ദം ഉച്ചത്തിൽ കാണിക്കുക ആക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഉച്ചഭാഷണിയുടെ ദൗത്യം എന്ന് പറയുന്നത്. ഇതിലൂടെ ആരാണ് സംസാരിക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അതിപ്പോ ഹിറ്റ്ലറുടെ ശബ്ദവും ഇത് ഉച്ചത്തിൽ കേൾപ്പിക്കും, ഗാന്ധിയുടെ ശബ്ദവും ഉച്ചത്തിൽ കേൾപ്പിക്കും. അപ്പോൾ ഏത് ശബ്ദമാണ് നമുക്ക് കേൾക്കേണ്ടത് എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ദൗത്യം. പക്ഷെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ടൂൾ മാത്രമായതുകൊണ്ട് ഇത് ഏത് ശബ്ദത്തെയും ഉയർത്തി കാണിക്കുന്ന തരത്തിലുള്ള ഒരു ടൂളാണിത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഉപയോഗമാണ് പ്രധാനം, അല്ലാതെ ഈ ടൂൾ അല്ല പ്രധാനം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഏത് ടൂളിനെയും എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ഒരു കാലത്ത് വരുന്നത്. അത് ഈ രീതിയിൽ നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ഒരു വലിയ ചോദ്യം വരുന്നത്. അതിന് നമ്മൾ പല ഉദാഹരണങ്ങളും ഇപ്പോൾ അതിനുവേണ്ടി ചൂണ്ടിക്കാണിക്കും. ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ഈ നമ്മുടെ മീഡിയ അക്കാദമി, നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ നമ്മുടെ മീഡിയ അക്കാദമിയുടെ ഏറ്റവും മികച്ച ഇന്റർനാഷണൽ ജേർണലിസ്റ്റിന് എല്ലാ വർഷവും നമ്മൾ ഏറ്റവും മികച്ച ഇന്റർനാഷണൽ ജേർണലിസ്റ്റിന് അവാർഡ് നൽകാറുണ്ട്. ഇത്തവണ നമ്മൾ ഏറ്റവും മികച്ച ഇന്റർനാഷണൽ ജേർണലിസ്റ്റിന് അവാർഡ് നൽകിയത് നമ്മൾ വൗൽ റൗദൌഫ് എന്ന് പറയുന്ന അൽ ജസീറയുടെ ഗസ ബ്യൂറോ ചീഫിനാണ്. അദ്ദേഹം ചെന്നൈയിലെ പുള്ളിയെ കുറച്ചും കൂടി എളുപ്പത്തിൽ കുനിയ അബു ഹസൻ എന്നാണ് പുള്ളിയുടെ സുഹൃത്തുക്കളും എല്ലാവരും വിളിക്കുന്നത്.
കഴിഞ്ഞ ഇപ്പോഴും പലപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ ഈ കഴിഞ്ഞ ഒക്ടോബറിന് ശേഷമുള്ള കാര്യങ്ങളെ കഷ്ടകാലത്തിന് നമ്മുടെ പല സോഷ്യൽ മീഡിയയിലായാലും നമ്മുടെ പൊതുധാരണയിലായാലും നമ്മുടെ സുഹൃത്തുക്കളോട് പലരോടും സംസാരിക്കുമ്പോഴായാലും ആളുകൾക്ക് ഇസ്രായേൽ പലസ്തീൻ ഇഷ്യൂ അറിയുള്ളൂ. അത് ഹമാസ് ഇസ്രായേലിൽ നടത്തിയിട്ടുള്ള ആക്രമണത്തിന് ശേഷം മാത്രമാണ് ഇസ്രായേൽ പലസ്തീൻ ഇഷ്യൂ ഉള്ളത് എന്നുള്ളതാണ് പലരുടെയും ഒരു ധാരണ. അതിനു മുമ്പും ദീർഘകാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നത്തെക്കുറിച്ചുകൊണ്ട്, ഈ ഇസ്രായേലിൻ്റെ പലസ്തീൻ അധിനിവേശത്തെക്കുറിച്ചുകൊണ്ട് ഗസയിൽ നിന്നിട്ട് നിരന്തരമായിട്ട് റിപ്പോർട്ട് ചെയ്തിരുന്ന ആളായിരുന്നു ഈ കുനു അബു ഹസൻ എന്ന് പറയുന്ന ആൾ. ഈ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ അറ്റാക്കിൽ തന്നെ അറ്റാക്കുകളിൽ ഈ 2013 ഒക്ടോബർ മാസത്തിൽ തന്നെ ആദ്യത്തെ ആക്രമണത്തിൽ നസ്രയത്ത് എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായിരുന്ന ഗസയുടെ അകത്തുള്ള നസ്രയത്തിലെ വലിയ ആക്രമണത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും 13 വയസ്സുള്ള മകനും 7 വയസ്സുള്ള മകളും മരിച്ചതാണ്. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ 8 ബന്ധുക്കളും. അതിനുശേഷവും അദ്ദേഹം വന്ന് ഇത് തുടർന്നു. ആശുപത്രിയിലായിരുന്ന അദ്ദേഹത്തിൻ്റെ മൂത്ത മകൾ ഒരു കൊച്ചുമകൾ കൂടി കൊല്ലപ്പെട്ടു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മുതിർന്ന ഒരു മകൻ, അദ്ദേഹവും ജേർണലിസ്റ്റായിരുന്നു, ഹസൻ എന്ന് പറയുന്ന ആ മകനും കൊല്ലപ്പെട്ടു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഏറ്റവും സന്തത സഹചാരിയായിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ വർഷങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ക്യാമറാമാൻ ഉണ്ടായിരുന്നു. അദ്ദേഹവുമായി അവരൊരുമിച്ചായിരുന്നു എല്ലാ സ്റ്റോറിയും ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. നമുക്കറിയുന്നത് പോലെ തന്നെ ഇസ്രായേൽ പിന്നീട് ടാർഗറ്റ് ചെയ്തിരുന്നത് ആസ്പത്രികളെയും സ്കൂളുകളെയുമായിരുന്നു. അതേപോലെ തന്നെ ഒരു ആസ്പത്രിയുടെ അടുത്ത് ഇവർ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള ബോംബാക്രമണത്തിൽ കുനിയ അബു ഹസന് പരിക്കുപറ്റുകയും അദ്ദേഹത്തിൻ്റെ ക്യാമറാമാൻ കൊല്ലപ്പെടുകയും ചെയ്തു. പിന്നെ അദ്ദേഹത്തിൻ്റെ സഹായികളായിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ 2 മരുമക്കളായിരുന്നു, സഹോദരിയുടെ മക്കളായിരുന്നു. അവശേഷിക്കുന്ന ബന്ധുക്കൾ, അവരും 2 പേരും കൊല്ലപ്പെട്ടു. ഇതിനു ശേഷവും ഗസയിൽ നിന്നിട്ട് എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ള കാര്യം ഇപ്പോഴും ലോകത്തെ അറിയിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്ക് വെച്ചിട്ട് അദ്ദേഹത്തിന് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഖത്തറിലേക്ക് കൊണ്ടുവന്ന് ചികിത്സയെല്ലാം നടത്തി. പക്ഷെ തിരിച്ചുപോയി വീണ്ടും ഇതേ തൊഴിൽ എടുത്തുകൊണ്ട് ലോകത്തോട് ഇതേ കാര്യം അല്ലെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജേർണലിസ്റ്റുകളും നമ്മുടെ ഈ നാട്ടിലെ നമ്മുടെ ഈ സമാന്തരമായ ലോകത്തുണ്ട് എന്നതും കൂടിയാണ് ഈ പറയുന്നത്. നമുക്ക് അതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് കൂടിയാണ് നമ്മുടെ ഈ ലോകത്തുള്ളത്. അതുകൂടി ഇവിടെ വളരെ ഏറ്റവും പ്രധാനമാണ്. നമ്മൾ ജേർണലിസ്റ്റെ കുറിച്ചിട്ട് ചർച്ച ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ പറയുന്നൊരു ഇതിലേക്ക്, അല്ലെങ്കിൽ എളുപ്പത്തിൽ, ഇവിടെ എല്ലാവരും പറയുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോകം ഒരു സഞ്ചരിക്കുന്ന വഴിയിൽ സഞ്ചരിക്കാനാണ് എളുപ്പം. നമുക്ക് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ മാത്രം മാറി നടന്നിട്ട് എന്താണ് ഒരു പ്രയോജനം ഉണ്ടാവുന്നത്? നമുക്ക് ലോകത്തെല്ലാവരും ഇതേപോലെയല്ലേ പ്രവർത്തിക്കുന്നത്? ഈ മീഡിയ മുഴുവൻ ഇങ്ങനെയല്ലേ എന്നുള്ള ചോദ്യങ്ങളാണ് പലപ്പോഴും നമ്മുടെ സുഹൃത്തുക്കൾ അടക്കമുള്ള പലരും ചോദിക്കാറുള്ളത്. എന്നാൽ അങ്ങനെ അല്ല സംഭവങ്ങൾ നടക്കാറുള്ളത്. അതേപോലെ നമ്മൾ നേരത്തെ ഇവിടെ ഗൗരി ലങ്കേഷിനെ കുറിച്ചിട്ട് പറഞ്ഞു. ഗൗരി ലങ്കേഷിനെ കുറിച്ചിട്ടും നമുക്ക് ദീർഘമായിട്ട് പറയേണ്ടതാണ്. നമ്മൾ ലങ്കേഷിനെ കുറിച്ചിട്ടും അതുണ്ടാക്കിയിട്ടുള്ള ഒരു മാധ്യമ സംസ്കാരത്തെക്കുറിച്ച് മുഴുവൻ സംസാരിക്കേണ്ടതാണ്. പി ലങ്കേഷ് എന്ന് പറയുന്ന മനുഷ്യന് വേണമെങ്കിൽ സുഖമായിട്ട് സിനിമാ ലോകത്ത് അറിയപ്പെടാമായിരുന്നു. അദ്ദേഹം 1973 മികച്ച സംവിധായകനുള്ള ദേശീയ അവാർഡ് വാങ്ങിച്ചിട്ടുള്ള മനുഷ്യനാണ്. കോളേജ് അധ്യാപകനായിരുന്നു. ആ ജോലി തുടരാമായിരുന്നു. പക്ഷെ ഇതൊന്നും ചെയ്യണ്ട എന്ന് തീരുമാനിച്ച് ലങ്കേഷ് പത്രിക എന്ന് പറയുന്ന ഒരു ചെറിയ പത്രം തുടങ്ങുകയും അതിനു വേണ്ടിയിട്ട് ജീവിക്കുകയും ആ പത്രത്തിലേക്ക് പരസ്യങ്ങൾ ഒന്നും സ്വീകരിക്കില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്തു. വളരെ സാഹസികമായിട്ടുള്ള തീരുമാനമായിരുന്നു. ആദ്യമായിട്ട് ഈ നമ്മളിപ്പോൾ സായിനാഥിനെയൊക്കെയാണ് പിന്നീട് കേട്ടിട്ടുള്ളത്. ഈ സായിനാഥൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പ് റൂറൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് ആരംഭിക്കുന്നത് പി ലങ്കേഷാണ്. ലങ്കേഷാണ് കർണാടകയുടെ ഉൾഗ്രാമങ്ങളിൽ നിന്നുള്ള വാർത്തകൾ കൊണ്ടുവരുന്നത്. അവിടുത്തെ ദളിത് സമൂഹം, കർണാടകയുടെ തീരങ്ങളിലുള്ള മുസ്ലിം സമൂഹം, ഇവിടങ്ങളിലൊക്കെ അനുഭവിക്കുന്ന ദാരിദ്ര്യത്തെക്കുറിച്ച്, പ്രശ്നങ്ങളെക്കുറിച്ച്, ഉയർന്ന ജാതികളിൽ നിന്നുള്ള പീഡനങ്ങളെക്കുറിച്ച് ഇതെല്ലാം ആദ്യം പുറത്തു കൊണ്ടുവരുന്നത് ലങ്കേഷാണ്. ഈ ലങ്കേഷുമായിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ കേരളത്തിനൊക്കെ അക്കാലത്ത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള കണക്ഷൻ. ഇവിടെ ഇടതുപക്ഷം സിനിമാ നിർമ്മാണവുമായിട്ട് ബന്ധം ആലോചിച്ചിരുന്ന കാലമുണ്ടായിരുന്നു. 80കളുടെ ആദ്യം ഒരു സമൂഹത്തിൽ പുരോഗമനപരമായിട്ടുള്ള
സിനിമകൾ ഉണ്ടാവണം, സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമകൾ ഉണ്ടാവണം എന്നുള്ള രീതിയിലൊക്കെ ഒരു സിനിമാ നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ. അപ്പൊ ആദ്യം ഇവിടുത്തെ ലെഫ്റ്റ് യൂണിറ്റി കോണ്ടാക്ട് ചെയ്തിട്ടുള്ള ആളുകളൊന്ന് ഈ ലങ്കേഷ് ആയിരുന്നു. അങ്ങനെ നമ്മുടെ ഒരു ദീർഘമായ ഒരു ചരിത്രമുണ്ട്. ഈ ലങ്കേഷിന്റെ മരണശേഷം ഡൽഹിയിൽ മെയിൻ സ്ട്രീം മീഡിയയിൽ വർക്ക് ചെയ്തിരുന്ന ഗൗരി ലങ്കേഷ് തിരിച്ചു വന്ന് ജേർണലിസം ആരംഭിക്കുന്നതാണ്. എങ്ങനെയാണ് ഈ അതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാക്കിയിരുന്നത്? ഇപ്പോൾ 2017 സെപ്റ്റംബർ 5-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് പുതിയ മറ്റേ ലക്കത്തിന്റെ മറ്റേ പണി കഴിഞ്ഞതിന് ശേഷം സാധാരണഗതിയിലേക്ക് അങ്ങ് പോയാൽ മതിയായിരുന്നു വീട്ടിലേക്ക്. എല്ലാ ദിവസവും സാധാരണ എല്ലാ ദിവസവും ഗൗരി ലങ്കേഷ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത് ആ ദിവസങ്ങളിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഈ കവിത ലങ്കേഷ് എന്ന് പറയുന്ന ഗൗരിയുടെ സിസ്റ്ററുടെ വീട്ടിൽ പോവുക, അവിടെ മറ്റേ കുട്ടികളുടെ ഒപ്പം ഇരുന്നിട്ട് ഒരു സീരീസ് തുടർച്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. ഇതായിരുന്നു ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. ആ ദിവസം അന്ന് നേരത്തെ പണി തീർന്നുകൊണ്ട് നേരത്തെ കിടന്നുറങ്ങാനായിട്ട് പോയതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങനെയാണ് നമ്മുടെ ലോകം നമ്മൾ മാറിപ്പോയത്? ഇപ്പൊ നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ മിനിസ്റ്റർ രാജീവ് പറഞ്ഞിരുന്നു, ഈ നുണകൾ സഞ്ചരിക്കുന്ന വഴിയിൽ ഇത് പിളർന്ന് പുതിയ നുണകൾ ഉണ്ടാകുന്നതും ഈ പുതിയ നുണകളും ആദ്യത്തെ നുണയും തമ്മിലൊരു ബന്ധം പോലും നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് ഇതൊരു വലിയ ശൃംഖലയായിട്ട് ഇത് വളരുന്നതിനെ കുറിച്ചിട്ട് ഈ മറ്റേ ഗൗരിയുടെ സഹോദരി കവിത ലങ്കേഷ് വളരെ ഉഗ്രനായിട്ടുള്ളൊരു ഉപമ ഉപയോഗിക്കുന്നത് ഹൈഡ്ര ആണ് ഇതെന്ന് പറയും. ഒരു ജലസർപ്പമായിട്ട് ഇപ്പോഴത്തെ മുഴുവൻ ഈ പറയുന്ന നമ്മുടെ AI മറ്റേ ടൂളുകൾ വന്നതിന് ശേഷവും നമ്മുടെ പുതിയ സിനിമകളും പുതിയ മറ്റേ വലിയ വില്ലൻ സമൂഹത്തെ കുറിച്ചിട്ടുള്ള പുതിയ സങ്കല്പങ്ങളിൽ ഉള്ള ഏറ്റവും വലിയൊരു സാധനം ഈ ഹൈഡ്രയായിട്ട് ഈ വലിയ ജലസർപ്പവുമായിട്ടാണ് ഇതിനെ അനുവദിച്ചത്. അതായത് എത്ര തലകൾ നിങ്ങൾ മുറിച്ചു കളഞ്ഞാലും പുതിയ തലകൾ മറ്റു സ്ഥലത്തേക്ക് ഉണ്ടായി വരുന്ന ഈ പറയുന്ന ഒരു വിഷസർപ്പമുണ്ട്. ഈ വിഷസർപ്പത്തിന്റെ രൂപത്തിലാണ് ഇവിടെ ഈ നുണകൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നുണകളുടെ പ്രചരണം മറ്റേ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഈ നുണകളുടെ പ്രചരണത്തിനെതിരായിട്ടായിരുന്നു ഗൗരി ലങ്കേഷ് അവസാന കാലത്ത് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ആ രീതിയിലുള്ള നമ്മുടെ ഒരു ജേർണലിസ്റ്റ് സൊസൈറ്റി നമുക്കുണ്ട്, അല്ലെങ്കിൽ ഉണ്ട്, അതിന് സമാന്തരമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെ കൂടി ഇല്ലാതാക്കുക എന്നതുകൂടിയാണ് ഈ പറയുന്ന നമ്മുടെ ഒരു മെയിൻ സ്ട്രീം ഒരു സംഭവത്തിലൂടെ എല്ലാം ഈ പറയുന്ന രീതിയിൽ ഷോകളായിട്ട് ഇതിപ്പോൾ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യവും ഷോ ആയിട്ട് മാറുന്ന തരത്തിലേക്ക് ബഹളങ്ങളായിട്ട് വലിയ ശബ്ദകോശങ്ങളായിട്ട് മാത്രം മാറ്റുന്നു. നമ്മുടെ വാർത്തയുടെ കണ്ടന്റ് നമുക്ക് ഇല്ലാതാവുകയും ഒച്ചപ്പാടുകൾ മാത്രമാവുകയും ചെയ്യുന്നു. അതാണ് ഈ ഒച്ചപ്പാടുകൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഈ പറയുന്ന ഒരു ഒറിജിനൽ ആയിട്ടുള്ള ഒരു സംഭവത്തിന്റെ ഒരു ശ്രദ്ധയിൽ നിന്ന് പോകുന്നു. ഇതെല്ലാം വലിയ ഷോ ആയിട്ട് മാറുന്നു. രാമക്ഷേത്രം ഉദ്ഘാടനം അതൊരു വലിയ ഷോ, പാർലമെന്റിന്റെ ഉദ്ഘാടനം വലിയൊരു ഷോ, അല്ലെങ്കിൽ ഇവിടെ കേരളത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു കാര്യമായിക്കോട്ടെ അത് മറ്റൊരു ഷോ. അപ്പൊ ആ രീതിയിലേക്കുള്ള ഒരു വാർത്താ നിർമ്മാണം ഒരു ഷോ നിർമ്മാണമായിട്ട് മാറ്റുക എന്നുള്ളതാണ് ഈ പറയുന്ന രീതിയിൽ മറ്റൊരു തരത്തിലുള്ള ഒരു ഏകാധിപത്യം വാഴുന്ന ഒരു കാലത്ത് വാർത്തയ്ക്ക് നഷ്ടപ്പെടുന്നൊരു വലിയൊരു കാര്യം. അപ്പൊ ഈ തരത്തിലേക്ക് വാർത്തകളെ നമ്മൾ അടിസ്ഥാനപരമായിട്ടുള്ള വാർത്തകളെ നമ്മൾ മറച്ചു പിടിക്കുകയും മറിച്ച് വലിയ ശബ്ദകോലാഹലങ്ങൾ മാത്രം സൃഷ്ടിക്കുകയും മറ്റേ ഈ പറഞ്ഞ രീതിയിൽ ഫുൾ ഓഫ് സൗണ്ട് ആൻഡ് ഫ്യൂരി സിഗ്നിഫൈങ് നത്തിങ് എന്ന് പറയുന്ന ഒരു ഷേക്സ്പിയറിയൻ ആപ്തവാക്യം ഓർമ്മിപ്പിക്കുന്ന തരത്തിലേക്കാണ് നമ്മളുടെ മീഡിയ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് നമുക്ക് ജാഗ്രത വേണം എന്ന് നേരത്തെ ഷാഹിന പറഞ്ഞത്? കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹിസ്റ്ററി നമ്മുടെ ഒരു ചരിത്രവും നമ്മുടെ ഒരു വർത്തമാനവും തമ്മിലുള്ള നമ്മളൊരു ആലോചന നടക്കുമ്പോഴാണ് നമ്മുടെ ഒരു ഓർമ്മകളിലേക്ക് നമ്മളെ തിരിച്ചു പിടിക്കുമ്പോഴാണ് നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ ഉറച്ചു പറയുമ്പോഴാണ്, അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് എന്താണ് എന്നതിനെ കുറിച്ചുള്ള നമുക്കൊരു ബോധ്യം വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജനാധിപത്യത്തെ തിരിച്ചുപിടിക്കാൻ പറ്റുന്നത്. ആർക്കും അല്ലെങ്കിൽ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ലോകത്തെവിടെയും മാധ്യമ പ്രവർത്തനം കൊണ്ട് ജനാധിപത്യത്തെ തിരിച്ചുപിടിക്കാൻ പറ്റില്ല. മറിച്ച് ജനാധിപത്യം ശക്തിപ്പെടുമ്പോൾ മാത്രമാണ് നല്ല മാധ്യമ പ്രവർത്തനം ഉണ്ടാവുക. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് നമുക്കിവിടെ നല്ല മീഡിയ വേണമെങ്കിൽ നമുക്ക് ആവശ്യം നമ്മുടെ നാട്ടിൽ ജനാധിപത്യം തിരിച്ചു വരിക എന്നുള്ളതാണ്.